ഞാൻ ഈ സ്കൂട്ടർ വെച്ച് എങ്ങനെ പിടിക്കാനാ പോ സ്കൂട്ടർ 100 എത്തിയിട്ട് കത്തിപ്പോകും ചിലപ്പോൾ. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ സൂപ്പർ ബൈക്സ് കുറച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു ഓട്ടോഷോയുടെ പരിപാടിക്കായി നമ്മുടെ കുസാറ്റ് കളമശ്ശേരിയിൽ. അപ്പോൾ അവർക്ക് കുറച്ച് സാധനം ആവശ്യമുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇന്ന് അവരുടെ ഒരു ഡേ സ്പെൻഡ് ചെയ്ത് നോക്കാം, എന്താണ് അവരുടെ അവസ്ഥ, എന്താണ് ഒരു ഓട്ടോഷോയിൽ നടക്കണമെന്ന്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇപ്പോൾ നമ്മളിറങ്ങി. ഇതാണ് എൻ്റെ സ്കൂട്ടർ കേട്ടോ. എൻ്റെ യാത്രകൾ ഇപ്പോൾ ഈ സ്കൂട്ടറിലാണ്. എൻ്റെ അപ്രില SR150. ഇത് 2 വർഷത്തിൽ കൂടുതലായി ഈ വണ്ടി എൻ്റെ കയ്യിൽ. തുമ്പിയൊക്കെ ഉള്ളപ്പോൾ എൻ്റെ കയ്യിലുള്ള വണ്ടി അത്. നമ്മുടെ ടീംസ്, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്ന് വന്ന സൂപ്പർ ബൈക്കേഴ്സ് എല്ലാവരും ഇപ്പോൾ ലൈവ് ലൊക്കേഷൻ ഇട്ടത് ഞങ്ങളുടെ തുറവൂർ എത്തിയെന്നാണ്. അപ്പോൾ നമ്മൾ കുണ്ടന്നൂർ വെച്ചാണ് അവരെ മീറ്റ് ചെയ്യാൻ പോണേ. ദിസ് ഈസ് ഓഫീസ് ടൈം. ഇവിടുത്തെ ഓഫീസ് ടൈം എന്ന് വെച്ചാൽ തിരക്കെന്ന് വെച്ചാൽ വമ്പൻ തിരക്കാണ്. ഒരു രക്ഷയാത്ത തിരക്കായിരിക്കും. ഇവിടെ ആട്ടോ ഫ്ലാറ്റ് പൊളിച്ചത്. ഇതേ ഫ്ലാറ്റ് പൊളിച്ചോണ്ടോ, അതാണ് ഫ്ലാറ്റ് പൊളിച്ച സ്ഥലം. ഇപ്പോഴും പൊളിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഏത് നിമിഷവും നമുക്കവരെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ. അതോ പോണു. വി കോട്ട് ഹിം. ദാറ്റ് ഈസ് തരുൺ ബ്രോ, റൈഡ് വിത്ത് മസിൽസ്. ഞാൻ ഈ 150cc സ്കൂട്ടറും വെച്ചിട്ട് അതിലേക്കിനെ പിടിക്കാനാ ദൈവമേ, എനിക്ക് ശക്തി തരൂ. ഇതൊക്കെ എന്ത്, നമ്മൾ സൂപ്പർ ബൈക്കൊക്കെ പുല്ല് പോലെ പിടിക്കുമല്ലേ. ഓ അത് പോയി. പിന്നെ ഇനി ഞാൻ അതിൻ്റെ പുറകെ പിടിക്കണമല്ലോ ദൈവമേ. ഒന്നടുത്തെത്താൻ പോകുമ്പോഴത്തേക്കും എത്തി. ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്കിൽ നമ്മൾ പിടിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും ബ്ലോക്കിൽ. നമ്മളടുത്തെത്തിയ ബാക്കി എവിടെ? ഇവിടെ ഉണ്ടാവും. ഇനി എടപ്പള്ളി കുറച്ചുണ്ടാവും. ഭയങ്കര കഷ്ടപ്പാടാണല്ലേ സത്യം പറഞ്ഞാൽ. സൂപ്പർ ബൈക്കൊക്കെ എടുത്താലും ഈ ബ്ലോക്കിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ ആ ചൂടും അതൊക്കെ സഹിച്ച് വണ്ടി ഓടിക്കണം. സൂപ്പർ ബൈക്ക് എടുത്താലും ഒരു കഷ്ടപ്പാടാണ്. ജമ്പ്. ഞാൻ ഈ സ്കൂട്ടർ വെച്ച് എങ്ങനെ പിടിക്കാനാ പോ സ്കൂട്ടർ 100 എത്തിയിട്ട് കത്തിപ്പോകും ചിലപ്പോൾ. ഇപ്പോൾ നമ്മുടെ ബൈക്സ് എല്ലാം എത്തി. SX 10R, Aprilia RSC4, BMW S1000RR, SC1000 എല്ലാം വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ BMWൻ്റെ ഷോറൂമിലേക്ക് പോകും. അവിടെ പോയിട്ടാണ് ബാക്കിയെല്ലാം, അവിടെ പോയിട്ട് വണ്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഓട്ടോ ഷോയ്ക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. കണ്ടോ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ BMWൻ്റെ ഷോറൂമിലേക്കാണ്. ZX 14Rൻ്റെ സൗണ്ട്, ഓഹോ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ 14Rൻ്റെ പുറകിൽ നിന്ന് മാറണല്ല, എന്താ സൗണ്ട്. ആ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കാന്ന് തോന്നണ പോലെ. നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സെക്കൻഡ് വൺ, ഐ ഗെസ് ദ സെക്കൻഡ് S1000RR. ഇതാരത്? ഓക്കെ, നമ്മുടെ S1000RR ആയിരുന്നു. ഓ എന്താ സൗണ്ട്,
പൊട്ടിത്തെറിക്കണ സൗണ്ട് കേട്ടോ. ടേ ഠോ ടേ ഠോ, ഇത് തന്നെ സൗണ്ട്. എനിക്കും ഗിയർ ഇടണം. യെസ്, അപ്പോൾ നമ്മൾ BMW ഷോറൂമിലായിരുന്നു. ഇവിടെ വണ്ടികളൊക്കെ ഓരോന്നായിട്ട് പോയിട്ടോ. ഇനി ലാസ്റ്റ് ആക്കുള്ള നമ്മൾ തരുൺ ബ്രോയും മാത്രമേ ഉള്ളൂ ലാസ്റ്റ് കയറാൻ. ബാക്കി എല്ലാം പോയി. H2 അങ്ങനെ എല്ലാ വണ്ടികളും തിരിച്ച് ലൈക്ക് ഓട്ടോഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയും കൂടെ തരുൺ ബ്രോയും കൂടെ കയറാനുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ ഓട്ടോഷോയ്ക്ക് കയറാം. ഇതിന് എക്സോസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ലൈക്ക് 2010 മോഡൽ ഫുള്ളി പെയിൻ്റൊക്കെ ചെയ്ത് അലോയൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു ഞങ്ങൾ BM കയറിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് കോമ്പറ്റീഷൻസും കാര്യങ്ങളുണ്ട്. നമ്മുടെ കുസാറ്റിൻ്റെ അകത്താണ്, നമ്മുടെ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയാണ് ഓട്ടോ ഷോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആദ്യം കൊണ്ട് വണ്ടിയൊക്കെ വെച്ച് ലൈനപ്പ് ചെയ്യും. ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കോമ്പറ്റീഷനും കുറച്ച് ബെസ്റ്റ് മോഡിഫൈഡ് ബൈക്സ് അങ്ങനെ ഓരോ മോഡിഫൈഡ് ബൈക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികൾ ആണ്. നമ്മുടെ കോളേജ് ഇതാണ്, മറൈൻ കോളേജ്. ഓ, ബാക്ക് സൈഡിൽ കൂടെയൊക്കെ എൻട്രി സീൻ. ഇതാട്ടോ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോളേജിൻ്റെ അകത്തേക്ക് കയറി. നമ്മുടെ ഓട്ടോ ഷോ ബൈക്കൊക്കെ വെച്ചാൽ ഇത് കണ്ടോ, അവിടെയാണ്. അവിടെ പാട്ട് കിടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കോപ്പി റൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ബൈക്സ് R150 വെച്ചിട്ടുണ്ട്. നമ്മുടെ തരുൺ ബ്രോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് 6-7 വണ്ടികളുണ്ട്. 7 R150 ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് RX വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഫസ്റ്റും അങ്ങനെ കുറച്ച് പ്രൈസും കാര്യങ്ങളും, ബെസ്റ്റ് മോഡിഫൈഡ്, ബെസ്റ്റ് ക്ലീൻ ബൈക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു പ്രൈസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി. തരുൺ ബ്രോ വൺ തിങ്കിങ്ങിലാണ് ഏത് വണ്ടിക്ക് കൊടുക്കുമെന്ന്. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുത്തേക്കണേ. മിസ്റ്റർ 4 ഈ ബ്ലാക്ക് R150. ഇതിൻ്റെ മോഡിഫിക്കേഷനാണ് ഇവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാ വണ്ടിയും അടിപൊളി കേട്ടോ. ഈ വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ കളർ സ്കീമും പെയിൻറ്റിങ്ങൊക്കെ കലക്കണുണ്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ കുറച്ച് RX 100 ഇരിക്കുന്നുണ്ട്. RX 135 ഉണ്ട്, RX 100 ഉണ്ട്. അപ്പോൾ ഇതിലും ഒരു കോമ്പറ്റീഷനാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ട് കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങും സെയിം ഡുവൽ ടോൺ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ വണ്ടിയുടെ അതേപോലെ തന്നെ. പിന്നെ അവിടെ RX 600 ഇരിപ്പുണ്ട് കേട്ടോ, പറഞ്ഞാൽ റെഡ്. അത് രക്ഷയില്ല. അത് നമ്മുടെ തരുൺ ബ്രോ പറഞ്ഞതുപോലെ, തരുൺ ബ്രോ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ തരുൺ വെയിലായതുകൊണ്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ബ്ലാക്ക് വണ്ണാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് പോയിരിക്കുന്ന ഈ ഗ്രേ ആണ്. പിന്നെ തേർഡ് ഇവിടെ ഒരു ടൈ വരികയാണ്. പെയിന്റ് ജോബിന്റെ ബേസിസിൽ രണ്ടിലും തേർഡ് പ്രൈസ് കൊടുക്കും. ആ യെല്ലോ, ആ നിയോണും ഹൈപ്പർ ഷിഫ്റ്റ് അവിടെ കരച്ചിൽ വരും. സെക്കൻഡ് പ്രൈസ് അല്ലേ? സെക്കൻഡ് ഫസ്റ്റ്. ഇത് രാത്രി കാണുമോ? ഇത് എനിക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് ഇതായതുകൊണ്ട് വയ്യാണ്ട് കിടക്കാറുന്നു. അപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തത് കുറച്ച്. അവർ ആസിഫ് ബ്രോ കൊടുക്കണതാണ് നമ്മുടെ RX-ന്റെ പ്രൈസ് അല്ലേ? യെസ്, ഇതല്ലേ വണ്ടി? അതിനാട്ടോ ഫസ്റ്റ് കിട്ടിയ. അപ്പോൾ ഞങ്ങളിനി നമ്മുടെ ബൈക്കൊക്കെ വെച്ചേക്കണം ഓട്ടോൻ്റെ തോന്നും. ഇനി പിള്ളേർക്കൊക്കെ വണ്ടിയൊക്കെ ഒന്ന് റെവ് ബോംബ് ചെയ്യണമെന്ന്. ഫുൾ തീപ്പൊരി ആയിരിക്കും മൊത്തം. അതെ, റൈഡ് വിത്ത് മസിൽസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും പ്ലീസ്. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. പൊള്ളി അതൊക്കെ വരും. സൂപ്പർ ബൈക്ക് ബ്ലോഗർ. നമ്മളകത്തേക്ക് മ്യൂസിക് ഓഫായി ബാക്കിയത്തിന്. അപ്പോൾ നമ്മുടെ ആസിഫ് ബ്രോയുടെ H2 സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ.
പിടി പിടി കുട് 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 കുട്. എക്സ്പ്രഷൻസിനുള്ള വകുപ്പ് കിട്ടും നിനക്ക്. അങ്ങോട്ടേക്ക് അത് ഓട്ടോയാ, ഇങ്ങനെ മാറ്റാൻ പറ്റും. വിഷ്ണുപ്രയുടെ സ്റ്റാർ എന്നത് എല്ലാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പൊട്ടിക്കും. മസ്ലളിയൻ ഫാൻസ്, മസ്ലളിയൻ്റെ ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്യണം. മസ്ലളിയൻ ലിവിൻ ബ്രോ. അപ്പം വണ്ടി ഇപ്പം ഒളിക്കും. അപ്പോൾ നമ്മുടെ RSV4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി കുറച്ച് ഡൗൺ ആയിരുന്നു. ദിസ് ഹാസ് ഹാവിങ് ആൻ ഓസ്റ്റിൻ റേസിങ്ങിൻ്റെ എക്സോസ്റ്റാണ്. ഫുൾ സിസ്റ്റം ഐ ഗെസ്.
അകത്ത് RS-V4 ആട്ടോ ഏറ്റവും ലൗഡസ്റ്റ് എക്സോസ്റ്റ് അല്ലേ, അതായത് നമ്മുടെ ഓസ്റ്റിൻ റേസിങ്ങിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്.